ഹായ് എവരി വൺ, വെൽക്കം ടു ദ ചാനൽ. കേരള PSC ഫിഷറീസ് ഓഫീസർ എക്സാമിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സിലബസ് ബേസ്ഡ് MCQ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 10 ആയിട്ടുള്ള അക്വാട്ടിക് അനിമൽ ഹെൽത്ത് മാനേജ്മെൻറ്റ് എന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള 10ഓളം സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടിയാണ്. ഇപ്പോൾ ഏകദേശം സിലബസ് അനുസരിച്ചിട്ട് യൂണിറ്റ് 1 മുതൽ യൂണിറ്റ് 10 വരെയുള്ള അതിൻ്റെ MCQs നമ്മൾ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യുക. അതനുസരിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. 1 മുതൽ 10 വരെയുള്ള യൂണിറ്റ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ടെസ്റ്റ് MCQ ടെസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഫിഷ് ഡിസീസ് ഡയഗ്നോസിസ്. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തിനെ ബേസ് ചെയ്തിട്ട്? ഫിഷ് ഡിസീസ് ഡയഗ്നോസിസിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇതിൽ നിന്നും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതാണെന്ന് കണ്ടെത്തണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ക്ലിനിക്കൽ സയൻസ് അലോങ് ആർ സഫിഷ്യൻറ്റ് ഫോർ ഡിഫിനിറ്റീവ് ഡയഗ്നോസിസ്. ക്ലിനിക്കൽ സയൻസ് അലോങ് ആർ സഫിഷ്യൻറ്റ് ഫോർ ഡെഫിനിറ്റീവ് ഡയഗ്നോസിസ്. നെക്സ്റ്റ് വൺ, ലബോറട്ടറി അനാലിസിസ് ഇംപ്രൂവ് ഡയഗ്നോസ്റ്റിക് accuracy. Microscopic examination is commonly used. Environmental factor must be considered. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെയാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് കണ്ടെത്തണം. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 2 and 3 ഓൺലി, 1 and 4 ഓൺലി, 2, 3 and 4 ഓൺലി, ഓൾ ഓഫ് ദ എബോവ്. ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ഒന്നുകൂടെ വായിച്ച് നോക്കിയിട്ട് ആൻസർ കണ്ടെത്താം. ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 3 and 4 ഓൺലി. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിൽ റോങ് ആയിട്ട് വരുന്നത്. എന്താണ്? ക്ലിനിക്കൽ സയൻസ് അലോങ് ആർ സഫിഷ്യൻറ്റ് ഫോർ ഡെഫിനിറ്റീവ് ഡയഗ്നോസിസ് എന്നത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എക്സ്പ്ലനേഷൻ കൊണ്ട് നോക്കാം. Accurate diagnosis of fish disease require a combination of observation and a laboratory technique. Combination of observation and laboratory technique ഇതിന് ആവശ്യമാണ്. Clinical science provide initial clues. They are not sufficient for definitive diagnosis because many diseases show similar symptoms. ഒത്തിരി ഡിസീസസ് പലപ്പോഴും സിമിലർ ആയിട്ടുള്ള സിംറ്റംസ്. അപ്പോൾ ഇത് മാത്രം ബേസ് ചെയ്തിട്ട് നമുക്ക് ഫിഷ് ഡിസീസ് ഡയഗ്നോസിസ് ചെയ്യാൻ സാധിക്കില്ല. Laboratory analysis including microscopic examination help identify pathogen more precisely. Environmental factors such as water quality also play a major role in disease outbreak and must be evaluated along with the clinical findings. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? ക്ലിനിക്കൽ ഡയഗ്നോസിസ്, ഡിസീസ് ഡയഗ്നോസിസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഫിഷ് ഫാർമക്കോളജി. ഫിഷ് ഫാർമക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് 4 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇതിലേതൊക്കെയാണ് കറക്റ്റായിട്ടുള്ളതെന്ന് കണ്ടെത്തണം. ഫസ്റ്റ് വൺ, ആൻറ്റിബയോട്ടിക്സ് ആർ ഇഫക്റ്റീവ് അഗെയിൻസ്റ്റ് വൈറൽ ഇൻഫെക്ഷൻ. Drug dosage depends on fish size and species. Withdrawal period is important in aquaculture. Overuse of drugs can lead to resistance. Options നോക്കാം. 2 and 3 only, 1 and 4 only, 2, 3 and 4 only, all of the above. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 3 and 4 only. ഓപ്ഷൻ സി ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ റോങ് ആയിട്ടാണ് വരുന്നത്. എക്സ്പ്ലനേഷൻ നോക്കാം. ഫിഷ് ഫാർമക്കോളജി ഇൻവോൾവ് ദ സേഫ് ആൻഡ് ഇഫക്റ്റീവ് യൂസ് ഓഫ് ഡ്രഗ് ഇൻ അക്വാകൾച്ചർ. സേഫ് ആൻഡ് ഇഫക്റ്റീവ് യൂസ് ഓഫ് ഡ്രഗ് ഇൻ അക്വാകൾച്ചറാണ് മെയിനായിട്ട് ഫിഷ് ഫാർമക്കോളജിയിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഡ്രഗ് യൂസേജ് വേരീസ് ഡിപ്പെൻഡ് അപ്പോൺ സ്പീഷ്യസ് സൈസ് ആൻഡ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ. Withdrawal period are essential to ensure that drug residues do not remain in fish meant for consumption. Overuse and misuse of drugs can lead to antimicrobial resistance. Antibiotics are not effective against viral infection. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഫിഷ് ടോക്സിക്കോളജി. ഫിഷ് ടോക്സിക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് 4 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഫസ്റ്റ് വൺ, അമോണിയ ടോക്സിസിറ്റി ഇൻക്രീസസ് വിത്ത് ഹയർ pH. ഹെവി മെറ്റൽ ക്യാൻ accumulate in fish tissue.
Third statement, all toxins show immediate visible symptoms. Fourth statement, chronic exposure can affect fish growth. ഓപ്ഷൻസ് നോക്കാം ഏതൊക്കെയാണ് കറക്റ്റായിട്ട് വരുന്നതെന്ന്. 1 and 3 only, 1, 2 and 4 only, 2 and 4 only, all of the above. ഇതിൽ കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്, 1, 2 and 4 only. തേർഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിൽ റോങ് ആയിട്ട് വരുന്നത്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓൾ ടോക്സിൻ ഷോ ഇമ്മീഡിയറ്റ് വിസിബിൾ സിംറ്റം എന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എക്സ്പ്ലനേഷൻ നോക്കാം. ഫിഷ് ടോക്സിക്കോളജി സ്റ്റഡി ഹാംഫുൾ ഇഫക്റ്റ് ഓഫ് കെമിക്കൽസ് ഇൻ അക്വാട്ടിക് സിസ്റ്റം. ഹാംഫുൾ എഫക്റ്റ് ഓഫ് കെമിക്കൽസ് ഇൻ ആൻ അക്വാട്ടിക് സിസ്റ്റം മെയിൻലി ടോക്സിക്കോളജിയിലാണ് സ്റ്റഡി ചെയ്യുന്നത്. അമോണിയ ബിക്കംസ് മോർ ടോക്സിക് അറ്റ് ഹയർ പി എച്ച് ലെവൽ ഡ്യൂ ടു ഇൻക്രീസ്ഡ് അൺഅയനൈസ്ഡ് അമോണിയ. ഹൈ പി എച്ച് ലെവലിൽ അൺഅയനൈസ്ഡ് അമോണിയ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഹയർ പി എച്ചിൽ അമോണിയ കുറച്ചുകൂടെ ടോക്സിക് ആയിരിക്കും. ഹെവി മെറ്റൽ ക്യാൻ അക്യുമുലേറ്റ് ഇൻ ഫിഷ് ടിഷ്യൂ ഓവർ ടൈം പോസിങ് ഹെൽത്ത് റിസ്ക്. Chronic exposures to toxin can reduce growth and affect overall health. Not all toxin produce immediate visible symptom and some affect as gradual and subclinical level. എല്ലാ ടോക്സിൻസും ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഷോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 3 റോങ് ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഇമ്മ്യൂൺ സ്റ്റിമുലൻസ് ഇൻ aquaculture. Immune stimulants in aquaculture. First one, they enhances non-specific immunity. They replace vaccines completely. They improve disease resistance. They can be administered through feed. ഇതിൽ റോങ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ്, 1, 3 and 4 ഓൺലി. സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിൽ റോങ് ആയിട്ട് വരുന്നത്. അതായത് ദേ റിപ്ലേസ് വാക്സിൻസ് കംപ്ലീറ്റ്ലി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. എക്സ്പ്ലനേഷൻ നോക്കാം. ഇമ്മ്യൂൺ സ്റ്റിമുലൻസ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് എൻഹാൻസ് നാച്ചുറൽ ഡിഫെൻസ് മെക്കാനിസം ഓഫ് ഫിഷ്. ഇത് എൻഹാൻസ് ചെയ്യുന്നത് ഫിഷിൻ്റെ നാച്ചുറൽ ഡിഫെൻസ് മെക്കാനിസമാണ്, പെർട്ടിക്കുലർലി നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി. They help improve resistance to disease and are often administered through food. However, they do not replace vaccines, as vaccines provide specific immunity against particular pathogen. Vaccines എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ആയിട്ടുള്ള പാത്തജൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക് ഇമ്മ്യൂണിറ്റിയാണ്. ഇമ്മ്യൂൺ സ്റ്റിമുലൻസ് ആണെങ്കിൽ നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റിയാണ്, ഒരു നാച്ചുറൽ ഡിഫെൻസീവ് മെക്കാനിസമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ബോത്ത് അപ്രോച്ചസ് ക്യാൻ ബി യൂസ്ഡ് ടുഗെദർ ടു ഫോം ബെറ്റർ ഹെൽത്ത് മാനേജ്മെൻറ്റ്. ഇമ്മ്യൂൺ സ്റ്റിമുലൻസ് അതുപോലെ വാക്സിൻസും കമ്പൈൻ ചെയ്തിട്ടുള്ള അപ്രോച്ച് കുറച്ചുകൂടെ ഹെൽത്തി മാനേജ്മെൻറ്റിന് ഹെൽപ്ഫുള്ളായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഡിസീസ് ട്രാൻസ്മിഷൻ ഇൻ aquaculture. Disease transmission in aquaculture. First one, pathogens can spread through water. Carrier organism can transmit diseases. Good management practices reduce transmission. Disease spread only through direct contact. ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1, 2 and 3 ഓൺലി. അതായത് ഫോർത്ത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിൽ റോങ് ആയിട്ട് വരുന്നത്. ഡിസീസ് സ്പ്രെഡ് ഓൺലി ത്രൂ ഡയറക്റ്റ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നതാണ് റോങ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്. എക്സ്പ്ലനേഷൻ നോക്കാം. ഡിസീസ് ട്രാൻസ്മിഷൻ ഇൻ aquaculture can occur through multiple routes. Water acts as a major medium of spreading pathogen. Carrier organisms that appear healthy can still transmit disease. Proper management practice such as hygiene, stocking density control, quarantine can reduce disease spread.
Diseases are not limited to direct contact alone, making that statement incorrect. അപ്പോൾ ഡയറക്റ്റ് കോൺടാക്റ്റ് വഴി മാത്രമല്ല ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ബാക്കി കൊടുത്തിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഇതിൽ ഓക്കെയാണ്. പാത്തജൻ ക്യാൻ സ്പ്രെഡ് ത്രൂ വാട്ടർ, കാരിയർ organisms can transmit disease, good management practice reduce transmission. ഓക്കെ, അപ്പോൾ ഗുഡ് മാനേജ്മെൻറ്റ് പ്രാക്ടീസിൽ വരുന്നത് ഹൈജീൻ, സ്റ്റോക്കിംഗ് ഡെൻസിറ്റി കൺട്രോൾ, ക്വാറൻറ്റൈൻ, ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോയിൻറ്റ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ബയോ റെമഡിയേഷൻ ഇൻ അക്വാകൾച്ചർ. ബയോ റെമഡിയേഷനെ ബേസ് ചെയ്തിട്ട് 4 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഇൻവോൾവ് ദ യൂസ് ഓഫ് മൈക്രോ ഓർഗാനിസം. Next one, it helps in improving water quality. It increases toxic waste accumulation. It can reduce organic load. It can reduce organic load. ബയോ റെമഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് കണ്ടെത്തണം. ഓപ്ഷൻസ് ഇവിടെയുണ്ട്. 1 and 3, 2 and 4, 1, 2 and 4, all of the above. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് തേർഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിൽ റോങ് ആയിട്ട് വരുന്നത്. അതായത് ഇതൊരിക്കലും ടോക്സിക് വേസ്റ്റ് അക്യുമുലേഷൻ ഇൻക്രീസ് ചെയ്യില്ല, പകരം റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൈക്രോബ്സിനെ യൂസ് ചെയ്തിട്ട് വാട്ടർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന, ഓർഗാനിക് ലോഡ് റെഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബയോ റെമഡിയേഷൻ. അതൊരിക്കലും ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റിൻ്റെ അക്യുമുലേഷനെ ഇൻക്രീസ് ചെയ്യല്ല, പകരം റെഡ്യൂസ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. എക്സ്പ്ലനേഷൻ നോക്കാം. ബയോ റെമഡിയേഷൻ is a beneficial microorganisms to break down organic waste and improve water quality. ഇവിടെ നടക്കുന്നത് മൈക്രോബ്സിനെ യൂസ് ചെയ്തിട്ട് ഓർഗാനിക് വേസ്റ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യിപ്പിച്ചിട്ട് വാട്ടർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന മെത്തേഡാണ്. These microbes help reduce accumulation of harmful substance and decrease organic load in aquaculture system. It does not increase toxic waste. Instead, it helps in its removal, making statement incorrect. അതുകൊണ്ട് തന്നെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഫിഷ് ഇമ്മ്യൂൺ സിസ്റ്റം. ഫിഷ് ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള 4 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഫിഷ് പോസസ് ബോത്ത് ഇന്നേറ്റ് ആൻഡ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. സെക്കൻഡ്, സ്കിൻ ആൻഡ് മ്യൂക്കസ് ആക്ട് ആസ് എ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ്. Third, antibodies are absent in fish. Fourth, stresses can weaken immune response. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്ന് ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് കണ്ടെത്തണം. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് 1, 2 and 4 ഓൺലി. തേർഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിൽ റോങ് ആയിട്ട് വരുന്നത്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ആൻറ്റിബോഡീസ് ആർ ആബ്സെൻറ്റ് ഇൻ ഫിഷ് എന്നുള്ളതാണ്. അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട് ഫിഷിന് ഇന്നേറ്റ് ആൻഡ് അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റംസ് ഉണ്ട്. ആൻറ്റിബോഡീസ് റിലീസ് ചെയ്യുന്നുണ്ട്, ആൻറ്റിജൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആൻറ്റിബോഡീസ് റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്കിൻ ആൻഡ് മ്യൂക്കസ് ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഫിഷസ് അക്വാട്ടിക് സിസ്റ്റത്തിൽ വരുന്ന സ്ട്രെസ്സസ് ഇമ്മ്യൂൺ റെസ്പോൺസിനെ വീക്കൺ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് നോക്കാം. ഫിഷ് ഹാവ് ബോത്ത് ഇന്നേറ്റ് ആൻഡ് അഡാപ്റ്റീവ്, സ്പെസിഫിക് ആൻഡ് നോൺ സ്പെസിഫിക് ഇമ്മ്യൂൺ റെസ്പോൺസ് ഫിഷസിൽ കാണുന്നുണ്ട്. ഫിസിക്കൽ ബാരിയേഴ്സ് ആയിട്ട് സ്കിൻ മ്യൂക്കസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവർ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് അഗെയിൻസ്റ്റ് പാത്തജൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Fish are capable of producing antibodies, along their immune response may differ from higher vertebrates. Stresses negatively affects immune system, making fish more susceptible to disease. കൂടുതലായിട്ട് സ്ട്രെസ് വരുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുന്നു. സോ ഇത് ഡിസീസസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാവുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. Consider the following statement regarding therapeutic treatment in aquaculture. Therapeutic treatment in aquaculture. First one, bath treatment is used for external infection. Second, oral administration is done through feed. Injection is commonly used in large-scale farming. Correct diagnosis is essential before treatment. ഇത്രയാണ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 1, 2 and 4, 1 and 3, 2 and 3, all of the above. അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2 and 4. അതായത് തേർഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിൽ റോങ് ആയിട്ട് വരുന്നത്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? ഇഞ്ചക്ഷൻ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ലാർജ് സ്കെയിൽ ഫാമിംഗ്.
നമുക്കറിയാം ഒരു ലാർജ് സ്കെയിൽ ഫാമിങ്ങിൽ ഇഞ്ചക്ഷൻ തെറാപ്യൂട്ടിക് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു വേ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കോമൺ അല്ല. എവിടെ ലാർജ് സ്കെയിൽ ഫാമിങ്ങിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ല ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. നമുക്ക് എക്സ്പ്ലനേഷനും കൂടെ ഒന്ന് നോക്കാം. ഡിഫറെൻറ്റ് തെറാപ്യൂട്ടിക് മെത്തേഡ്സ് ആർ യൂസ്ഡ് ഡിപ്പെൻഡ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഡിസീസ്. ബാത്ത് ട്രീറ്റ്മെൻറ്റ്സ് ആർ എഫക്റ്റീവ് ഫോർ എക്സ്റ്റേണൽ ഇൻഫെക്ഷൻ. എക്സ്റ്റേണൽ ഇൻഫെക്ഷനെ അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ബാത്ത് ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്യാം. വിത്ത് വയൽ ഓറൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് കോമൺലി ഡൺ ബൈ മിക്സിംഗ് ഡ്രഗ്സ് വിത്ത് ഫീഡ്. Injection is not commonly used in large-scale farming due to practical difficulties. Proper diagnosis is essential before treatment to ensure effectiveness and avoid misuse of drugs. അപ്പോൾ നമ്മൾ പ്രോപ്പർ ഡയഗ്നോസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് before treatment. Next question, consider the following statement regarding stress in fish. Stresses in fish നെ ബേസ് ചെയ്തിട്ട് 4 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഓവർ ക്രൗഡിങ് ക്യാൻ കോസസ് സ്ട്രെസ്. പുവർ വാട്ടർ ക്വാളിറ്റി ഇൻക്രീസസ് സ്ട്രെസ് ലെവൽ. സ്ട്രെസ് ഇംപ്രൂവ് ഇമ്മ്യൂണിറ്റി. ഹാൻഡ്ലിംഗ് ക്യാൻ ഇൻഡ്യൂസ് സ്ട്രെസ്. ഹാൻഡ്ലിംഗ് ക്യാൻ ഇൻഡ്യൂസ് സ്ട്രെസ്. ഇത്രയാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് 1 and 3, 2 and 4, 1, 2 and 4, all of the above. അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് 1, 2 and 4 ഓൺലി ആണ്. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് റോങ് ആയിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം പോയിൻ്റ് ആണ്. സ്ട്രെസ്സസ് എപ്പോഴും ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നെഗറ്റീവായിട്ടാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഫിഷസിന് ഉണ്ടാകുന്ന സ്ട്രെസ്സസ് ഫിഷിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്നു, കൂടുതലായിട്ട് ഡിസീസ് വരാനുള്ള ചാൻസ് ഉണ്ടാക്കുന്നു. സോ അതുകൊണ്ട് തന്നെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ് വരുന്നത്. ബാക്കിയെല്ലാം ഓവർ ക്രൗഡിങ്, അതുപോലെ തന്നെ പുവർ വാട്ടർ ക്വാളിറ്റി, ഹാൻഡ്ലിങ്, ഇതെല്ലാം സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. എക്സ്പ്ലനേഷൻ നോക്കാം. സ്ട്രെസ്സസ് ഈസ് എ മേജർ ഫാക്ടർ അഫക്റ്റിംഗ് ഫിഷ് ഹെൽത്ത്. ഓവർ ക്രൗഡിങ്, പുവർ വാട്ടർ ക്വാളിറ്റി ആർ കോമൺ സ്ട്രെസ്സേഴ്സ് ഇൻ അക്വാട്ടിക് സിസ്റ്റം. Handling during grading or transport also increases stress. ഇപ്പോൾ ട്രാൻസ്പോർട്ടിൻ്റെ സമയത്ത്, ഗ്രേഡിങ്ങിൻ്റെ സമയത്തൊക്കെ ഉണ്ടാകുന്ന ഹാൻഡ്ലിങ്, ആ ഒരു സമയത്തും ഫിഷിന് സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്. സ്ട്രെസ്സസ് വീക്കൻ ഇമ്മ്യൂൺ റെസ്പോൺസ്, ഇമ്മ്യൂൺ സിസ്റ്റം rather than improving it, making fish more prone to disease. Therefore, minimizing stress is essential for maintaining healthy stock. അപ്പോൾ സ്ട്രെസ്സസ് മിനിമൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. Last question, consider the following statement regarding fish health management practice. First one, biosecurity measures prevent disease entry. Regular monitoring help early detection. Prophylactic treatment are always recommended. Good nutrition support disease resistance. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടെത്തണം. ഓപ്ഷൻസ് ഉണ്ട് 1, 2 and 3, 1, 2 and 4, 2 and 4, all of the above. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1, 2 and 4 ഓൺലി ആണ്. അതായത് തേർഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് റോങ് ആയിട്ട് വരുന്നത്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, പ്രൊഫൈലാക്റ്റിക് ട്രീറ്റ്മെൻറ്റ് ആർ ഓൾവേസ് റെക്കമെൻഡഡ്. ഓൾവേസ് എന്ന് പറയുന്ന ടേമാണ് അത് നെഗറ്റീവ് ആക്കിയത്. എന്താണ്, എപ്പോഴും പ്രൊഫൈലാറ്റിക് ട്രീറ്റ്മെൻറ്റ് റെക്കമെൻഡ് ചെയ്യുന്നില്ല, സ്പെസിഫിക് കണ്ടീഷൻസിൽ മാത്രമാണ്. എക്സ്പ്ലനേഷൻ നോക്കാം. ഫിഷ് ഹെൽത്ത് മാനേജ്മെൻറ്റ് ഇൻവോൾവ് പ്രിവെൻറ്റീവ് ആൻഡ് മോണിറ്ററിങ് സ്ട്രാറ്റജീസ്. അപ്പോൾ ഫിഷ് ഹെൽത്ത് മാനേജ്മെൻറ്റിൽ കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് അക്വാട്ടിക് സിസ്റ്റത്തിലെ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന, മോണിറ്റർ ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ്, മെത്തേഡ്സൊക്കെയാണ് ഇതിൽ വരുന്നത്. ബയോസെക്യൂരിറ്റി മെഷർ ഹെൽപ്പ് പ്രിവെൻറ്റ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് പാത്തജൻ ഇൻ ടു ദ സിസ്റ്റം. ബയോസെക്യൂരിറ്റി പുതിയൊരു പാത്തജൻ ആ ഒരു സിസ്റ്റത്തിലേക്ക് എത്തുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നു. റെഗുലർ ഒബ്സർവേഷൻ അലോ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ടൈംലി ഇൻ്റർവെൻഷൻ. Good nutrition strengthen the immune system and improve resistance to disease. Then, prophylactic treatment are not always recommended, as unnecessary use of chemical can lead to resistance and environmental issue. അപ്പോൾ എപ്പോഴും പ്രൊഫൈലാറ്റിക് ട്രീറ്റ്മെൻറ്റ് റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ അൺനെസസറി ആയിട്ട് കെമിക്കൽസ് യൂസ് ചെയ്താൽ അത് റെസിസ്റ്റൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, പാത്തജിന് റെസിസ്റ്റൻസ് ഉണ്ടാവാനും ഒപ്പം തന്നെ പലതരത്തിലുള്ള എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടും കാരണമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രൊഫൈലാറ്റിക് ട്രീറ്റ്മെൻറ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ യൂണിറ്റ് 11 ചെയ്യുന്നതായിരിക്കും. ഓക്കെ.